ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അതും നമ്മുടെ കോളേജ് യൂണിഫോം. കോളേജ് യൂണിഫോമിലുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു കോളേജിൽ പോയ സമയത്ത് മേക്കപ്പ് ചെയ്തിരുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹിമാലയുടെ ഫേസ് വാഷ് ഇട്ടിട്ട് ഞാൻ നന്നായി ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നിവ്യയുടെ ഒരു ക്രീമാണ് കേട്ടോ. നിവ്യയുടെ ക്രീം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേബി പൗഡറാണ്, ഹിമാലയയുടെ തന്നെ ബേബി പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ ഒരു ടൈമിൽ ഹിമാലയയുടെ ലിപ്പ് ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഒരു നമ്മുടെ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് ഐലൈനർ. ആ ഒരു ടൈമിൽ ഐലൈനർ നന്നായിട്ട് എഴുതി കൊടുക്കും കേട്ടോ. ഇപ്പം നല്ല ഭയങ്കര വലുപ്പത്തിലൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഐലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ രണ്ട് കണ്ണിലും ഐലൈനർ ഇട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാജൽ വെച്ചിട്ട് ഞാൻ രണ്ട് കണ്ണിലും താഴെ ഞാൻ കാജൽ വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ താഴെയും മുകളിലും ഞാൻ എന്താ പറയുക കണ്ണ് എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് കണ്ണിലായാലും താഴെയും മുകളിലും അത് കണ്ണ് എഴുതിയാൽ തന്നെ ഒരു എന്തൊരു ചത്ത ലുക്ക് പോകുമെന്ന് പറയില്ല, അതുപോലെയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ള നമ്മുടെ ഡാസ്ലറിൻ്റെ അല്ല ഐലൈനർ വെച്ചിട്ട് ഞാനൊരു പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ സാധാരണ മറ്റേ ഒട്ടിക്കണ പൊട്ട് അതാണ് ഇടാറ്. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ലാത്തത് കൊണ്ട് ഞാൻ ഐലൈനർ വെച്ചിട്ടാട്ടോ ഞാൻ പൊട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വലിയൊരു സംഭവമാണ് ലിപ്സ്റ്റിക്ക്. ആ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിചാരിച്ച് ഓവറായിട്ടൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ ഒരു ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ മസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്ത് തരുന്ന ഒരു സംഭവമാണ് ചന്ദനം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, കാരണം എൻ്റെ ചന്ദനവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്. ചന്ദനം എനിക്ക് ഏറ്റവും എന്താ പറയുക കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേട്ടോ, അതിന് മുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചന്ദനം കൊണ്ടുവരാത്തതിന് അടി വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിള്ളേരുടെ അടുത്ത്. അപ്പോൾ അതേ ചന്ദനം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുടി കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മുടി കെട്ടൽ പ്രത്യേകിച്ച് ഹെയർ ഞാൻ അങ്ങനെ അതാക്കലൊന്നുമില്ല. ഹെയർ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ഭംഗിയിൽ കെട്ടിപ്പോയാലും ബസ്സിലൊക്കെ കയറി കയറി പിടിച്ച് വരുമ്പോഴേക്കും എൻ്റെ ഹെയറൊക്കെ ഒരു വിധമാവും ഗൈസ്. അപ്പോൾ ഞാൻ കൂടുതലും സാധാരണ കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോളേജിൽ പോയിട്ടാണ് ഹെയർ ഞാൻ റെഡിയാക്കാറ് കേട്ടോ. ഈ ഒരു മറ്റേ ക്രാബ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കയറ്റി കെട്ടും കേട്ടോ. കയറ്റി കെട്ടുന്നതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ നന്നായി മുടി തോന്നിക്കും. അതുകൊണ്ട് ഞാൻ കയറ്റി കെട്ടി കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടിയും മറ്റേ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തു, മുഖത്തിനൊരു ബ്രൈറ്റ്നസ് ഇല്ലാത്ത പോലെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ആ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചന്ദനം ഇട്ട് കൊടുത്തു കേട്ടോ. ആ ഒരു ടൈമിൽ എന്താ പറയുക 3 ചന്ദനമൊക്കെ ഇട്ടിട്ട് പോകുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അവസാനത്തെ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടമായി ഞാൻ കമൻറ്റ് ചെയ്യാം. ഞാൻ ഫ്രണ്ടിലേക്ക് മുടിയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോളാം. ഓക്കെ, ബൈ.